ഷെനായുടെ 2026 സ്റ്റേറ്റ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കും. ഞാൻ 2001 ആദ്യമായി MLA ആയി വരുമ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിനോടനുബന്ധിച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് അത് നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണെന്ന്. അന്ന് നാഷണൽ ആവറേജ് 8%, കേരളത്തിൻ്റെ ഗ്രോത്ത് ആവറേജ് 13%. എനിക്കൊട്ടും വിശ്വാസമായില്ല. അതെങ്ങനെയാണ് നാഷണൽ ആവറേജിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് കൂടി നിൽക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ കണ്ടെത്തിയത് കേരളത്തിൽ നടക്കുന്ന കൺസ്ട്രക്ഷനാണ് ഈ നാഷണൽ ആവറേജിനേക്കാൾ കേരളത്തിൽ ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ്. ആദ്യമായിട്ടാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. അതൊരു കൺസ്ട്രക്ഷൻ ബൂമുള്ള ഒരു കാലമാണ്. അപ്പൊ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പിംഗ്, കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയെ ഉത്തേജിപ്പിക്കുന്നതാണ്, ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ബോധ്യം അന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പിന്നീട് പല ഘട്ടത്തിലും ഈ കൺസ്ട്രക്ഷൻ ബൂം ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് താഴേക്ക് പോയിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് താഴേക്ക് പോയിട്ടുള്ള ഘട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൻ്റെയും, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൻ്റെയും ഏറ്റവും സുപ്രധാനമായ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. 2008 ലോകത്ത് എല്ലായിടത്തും ഉണ്ടായ ആ റിസഷന്റെ തുടക്കം ഉണ്ടായത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ ആ റിസഷൻ തുടക്കമിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായ സെറ്റ് ബാക്കാണ്. അവിടെ ആളുകൾ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവർ നേരത്തെ വാങ്ങിച്ച വീട് വിൽക്കുകയും അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് ആ വീട് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ഈ മൂവ്മെന്റ് ഉള്ള സമയത്ത് പുതിയ ഫ്ലാറ്റുകൾ വാങ്ങിക്കുകയും വില്ലകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അവിടെ ഒരിക്കൽ ഈ റിയൽ എസ്റ്റേറ്റ് റിസഷൻ ഉണ്ടായ സമയത്ത്, ഒരു സെറ്റ് ബാക്ക് ഉണ്ടായ സമയത്ത് $10 ലക്ഷം വാങ്ങിച്ച വീട് അതിന് 3 ലക്ഷമായി. അപ്പൊ ബാങ്കുകൾ പറഞ്ഞു ഈ പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ആരും തിരിച്ചടച്ചില്ല പൈസ. നിങ്ങൾ എടുത്തുകൊണ്ട് നോക്കണം ബാങ്ക്, നിങ്ങൾ ബാങ്കിൽ ഫ്ലാറ്റ് എടുത്തോ അല്ലെങ്കിൽ വീട് എടുത്തുകൊണ്ട് നോക്കണം. അപ്പൊ ബാങ്കുകൾ $10 ലക്ഷം ഇത് കൊടുത്തിട്ട് $3 ലക്ഷം വാല്യൂ ഉണ്ട്. അപ്പൊ എടുത്തപ്പോഴേക്കും ബാങ്കുകൾക്കെല്ലാം വലിയ ക്രൈസിസ് ആയി. പിന്നെ അവിടെ ഇവിടുത്തെ പോലെയല്ല, നിഞ്ച എന്ന് പറയും, നോ ഇൻകം നോ അസറ്റ് നോ ജോബ്. ഒരു പണിയും ഒരു കൂലിയില്ലാത്തവരൊക്കെ ഇത് കൊടുക്കും, ബാങ്ക് ലോൺ കൊടുക്കും. ഇവിടെ അസറ്റ് വാല്യുവേഷൻ നടത്തിയിട്ടാണ് ഇന്ത്യയിൽ ബാങ്ക് ലോൺ കൊടുക്കുന്നത്. അപ്പൊ ഈ ബാങ്കുകളെല്ലാം തകർന്നു. ബാങ്കുകൾ തകർന്നപ്പോൾ ഈ ബാങ്കുകൾക്ക് ഫിനാൻസ് ചെയ്യുന്ന ഡെറിവേറ്റീവ് ബാങ്കുകളുണ്ട്, ആ ഡെറിവേറ്റീവ് ബാങ്കുകൾ മുഴുവൻ തകർന്നു. അതെല്ലാം തകർന്നപ്പോഴേക്കും ഇവർക്ക് ഇൻഷുർ ചെയ്യുന്ന വലിയ ഇൻഷുറൻസ് ജയൻസ് ഉണ്ട്, അവരെല്ലാവരും തകർന്നു. അപ്പൊ തന്നെ ഇക്കോണമി തകർന്നു. അപ്പോൾ ഗ്ലോബൽ വില്ലേജായി ലോകം മാറിയപ്പോൾ അമേരിക്കയ്ക്ക് അതിനകത്ത് US വലിയ റോൾ ഉള്ളതുകൊണ്ട് അത് യൂറോപ്പിലേക്കും 3-4 ലോക രാജ്യങ്ങളിലേക്ക് ആ റിസഷൻ നടന്നുപിടിച്ചു. അപ്പൊ തുടങ്ങിയത് എവിടെ നിന്നാണ്? തുടങ്ങിയത് റിയൽ എസ്റ്റേറ്റ് ഉണ്ടായ സെറ്റ് ബാക്കിൽ നിന്നാണ് അത് തുടങ്ങിയത്. അപ്പൊ ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന, തകർക്കാൻ കഴിയുന്ന ഒരു റിസഷനെ സാധ്യമായത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ രംഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട, അതിനെ നിലനിർത്തേണ്ട ഒരു രംഗം തന്നെ. നമുക്ക് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു പുതിയ ടാക്സ് ഏർപ്പെടുത്തി. എന്നോട് ചോദിച്ചു, വൈറ്റ് പേപ്പർ ഇറക്കി നാട് മുഴുവൻ കടത്തിലാണ്, 87,000 കോടി രൂപയുടെ കടം ഇമ്മീഡിയറ്റ് ആയിട്ട് തീർക്കേണ്ട കടമുണ്ട്, 5,07,000 കോടി രൂപ മൊത്തം ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഡെറ്റ് ഉണ്ട്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? ടാക്സ് ഈടാക്കാൻ. ഞാൻ പറഞ്ഞു, ടാക്സ് ഈടാക്കാതെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഖജനാവ് നിറയ്ക്കുക എന്നുള്ളത്. ടാക്സ് ഉണ്ടാക്കിയത് മാത്രം ഖജനാവ് നിറയ്ക്കണമെന്നില്ല. പല ടാക്സേഷനും അത് നേരത്തെ ഉണ്ടായിരുന്ന ടാക്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിനേക്കാളും കുറയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഒരു സെസ് ഏർപ്പെടുത്തി 2 രൂപ. ഞാൻ അതിനെ ഒപ്പോസ് ചെയ്തു ഹൗസ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ പെട്രോളിയത്തിന്റെ ടാക്സും എല്ലാം കൂടിയിട്ട് ഡീസലിനും പെട്രോളിനും കേരളത്തിൽ വളരെ വില കൂടുതലാണ്. ഇനി നിങ്ങൾ 2 രൂപ കൂടെ കൂട്ടിയാൽ ഇത് നമുക്ക് പുറത്തുനിന്നുള്ള ഈ
ട്രക്കുകളാണ് വരുന്നത്, കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവർ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുന്നതല്ല, നമ്മൾ ബൈക്കിൽ പെട്രോൾ അടിക്കുന്നതല്ല കൂടുതൽ കൺസംഷൻ. അപ്പൊ അവരിങ്ങനെ ചെയ്താൽ അവര് തമിഴ്നാട് ബോർഡറിൽ നിന്ന്, കർണാടക ബോർഡറിൽ നിന്ന്, മാഹിയിൽ നിന്നെല്ലാം അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടാക്സ് നേരത്തെ കിട്ടിയിരുന്ന ടാക്സും കുറയും. ഈ 2 രൂപയ്ക്ക് ഒരു കാര്യമില്ലാതാവും. അപ്പൊ എല്ലാവരും എന്നെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ ഇത് കളിയാക്കിയതുകൊണ്ട് അത് നോക്കി വെച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ വർഷം 1.5 കോടി ലിറ്റർ ഡീസലിന്റെ കൺസംഷൻ കേരളത്തിൽ കുറവാണ്. ടാക്സ് കൂടിയതുകൊണ്ടാണ്. ടാക്സ് കൂടിയത് വലിയ നഷ്ടമാണ്. ഈ സെസ് ഏർപ്പെടുത്തിയതുകൊണ്ട് വലിയ നഷ്ടമാണ് കേരളത്തിലുണ്ടായത്. അപ്പൊ ഒരിക്കലും ഒരു ഇക്കോണമിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ടാക്സ് കൂട്ടുന്ന അല്ല ഒരു മോഡേൺ ടാക്സേഷൻ സിസ്റ്റം. ടാക്സിന്റെ നെറ്റ്വർക്ക് കൂട്ടുന്നതാണ്. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. 5% ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടാക്സ് 3%. 8% ഉണ്ടായിരുന്ന അതിന് വേറൊരു കാറ്റഗറി 5%. എന്നോട് എല്ലാവരും ചോദിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സ് പോയില്ലെന്ന് ചോദിച്ചു. ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. ഈ ബജറ്റ് വന്ന് ഒരാഴ്ചക്ക് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സെയിലാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന്. ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽക്കുന്ന ഡീലേഴ്സ് എന്നോട് പറഞ്ഞു ഇവിടെ ഉള്ള വാഹനം മതിയാകാനായിട്ട് ഞങ്ങൾ അതർ സ്റ്റേറ്റില് ഡീലേഴ്സിനോട് അവരുടെ ഔട്ട്ലെറ്റ്സിൽ നിന്ന് അവിടെ വാഹനം കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ടാക്സ് കുറച്ചപ്പോൾ ടാക്സിന്റെ നെറ്റ്വർക്ക് കൂടി. ഇനി പുതിയതായിട്ട് വാങ്ങിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം ആകുമ്പോൾ ഈ ടാക്സ് കുറച്ചത് ലാഭമായി മാറും സ്റ്റേറ്റിൽ. അപ്പൊ ഈ ഒരു അപ്രോച്ചാണ് ഞങ്ങൾ മൊത്തമായിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റിയെ ഉത്തേജിപ്പിച്ച് ബിസിനസ് ചെയ്യുന്നവര്, ബിൽഡർമാര്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവര്, ട്രേഡ് ചെയ്യുന്നവരൊന്നും സ്റ്റേറ്റിന്റെ ശത്രുക്കളല്ല. അവരെല്ലാം സ്റ്റേറ്റിന്റെ മിത്രങ്ങളാണ്. ഏതാംഗങ്ങളാണ്? നിങ്ങൾ സ്റ്റേറ്റിന് ടാക്സ് തരുന്ന ആളുകളാണ്. നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയിലും ടാക്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് മിത്രങ്ങളായത്. ടാക്സ് ഇവേഡ് ചെയ്ത ശത്രുക്കളാണ്. മിത്രങ്ങളായി നിൽക്കുന്നത് അവരെ ശത്രുക്കളായിട്ട് കാണരുത്. അവർക്ക് ഞാനൊരു പുതിയ പേരിട്ടിട്ടുണ്ട്, ജെനുവിൻ ടാക്സ് പേയേഴ്സ്. ആ ജെനുവിൻ ടാക്സ് പേയർ ആണ് ഈ സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ മിത്രം. ബന്ധുവായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ജെനുവിൻ ടാക്സ് പേയർ. അവർക്കൊരു ക്രൈസിസ് വന്നാൽ ഉറപ്പായി എല്ലാ സെക്ടറിലും പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഗ്ലോബൽ ഇമ്പാക്ട് കൊണ്ട്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് പല സെക്ടറിലും പല ഇഷ്യൂസ് ഉണ്ടാവും ഇല്ലേ? ആ സമയത്ത് ഈ ഗവൺമെന്റിന്റെ അപ്രോച്ച് ആ സെക്ടറിനെ നമുക്കൊന്നൊരു വെന്റിലേറ്റർ കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ ആശുപത്രി കൊടുക്കുന്ന വെന്റിലേറ്റർ അല്ല, അത് ആള് മരിച്ചാലേ അടുത്ത ആൾ വരുമ്പോഴേ മാറ്റി കൊടുക്കുള്ളൂ. ആ വെന്റിലേറ്റർ അല്ല, ടു ബൈപാസ് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. അത് കടന്നു കഴിയുമ്പോൾ ആ സഹായം പിൻവലിക്കും. അത് കടന്നു കഴിയുമ്പോൾ ഏത് സെക്ടർ തകർച്ചയിലേക്ക് പോയാലും ആ സെക്ടറിനെ സർക്കാർ കൈതാങ്ങി നിർത്തണം. കാരണം ആ സെക്ടർ തകർന്നാൽ അതിന്റെ ആദ്യത്തെ വിക്ടിം സ്റ്റേറ്റ് ആണ്. ഒരു ജെനുവിൻ ടാക്സ് പേയർ ഇല്ലാതായാൽ, അയാളുടെ ബിസിനസ് കൂട്ടിപ്പോയാൽ അതിന്റെ ആദ്യത്തെ ഇരയിൽ സ്റ്റേറ്റ് ആണ് എന്നുള്ള ഒരു പുതിയ അപ്രോച്ചാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്കറിയാം വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ കടലുണ്ട്, കായലുണ്ട്, അല്ലെ, പുഴകളുണ്ട്, തടാകങ്ങളുണ്ട്, ഇൻലാൻഡ് വാട്ടർവേസ്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരുപാട് നിയമങ്ങളുണ്ട്. ഫോറസ്റ്റ് മന്ത്രി ഇവിടെ ഇരിക്കുന്നു. ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്തോട്ട് പോലും ആരും പോകില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പാടശേഖരങ്ങളെ നിയന്ത്രിക്കുന്ന നിയമമുണ്ട് ഇതിന്റെ ഇടയിൽ. മറ്റത് കോസ്റ്റൽ റെഗുലേഷൻ സോണാണ്, തീരദേശ പരിപാലന നിയമമാണ്. ഈ 3 ഏരിയയും, തീരപ്രദേശവും മലയോരവും അതിന്റെ ഇടനാടും എല്ലാം 3 സുപ്രധാനമായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഉപഭോഗം, ഭൂമിയുടെ കൺസംഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വിടാതെ അത് വിടാൻ പറ്റില്ല. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് പതിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് പ്രകൃതിക്കോ ഭൂമിക്കോ ഇല്ലാതെ നിയമത്തിന്റെ ഊരാക്കുടുക്കുകൾ കുറെ കൂടെ സങ്കീർണമായ ഊരാക്കുടുക്കുകൾ കുറെ കൂടെ ലളിതമാണ്. അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഈ തീരദേശ പരിപാലന നിയമമാണ്. ഇപ്പോ കോസ്റ്റൽ സോൺ റെഗുലേഷൻ മാനേജ്മെന്റ് അതോറിറ്റി 4-5 മാസമായിട്ട് അതിന് കമ്മിറ്റി പോലും ഇല്ല, ഒരു തീരുമാനം എടുക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് അടിയന്തരമായിട്ട് പുനഃസംഘടിപ്പിക്കും. എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡിലേ അത് കുറയും, വളരെ കുറച്ച്. ഇപ്പൊ എത്ര ഡിലേ ഉണ്ട് അത്
അതിന്റെ ഗണ്യമായ സിംപ്ലിഫൈ ചെയ്യും പ്രൊസീജിയർ. സംഭവ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ പ്രൊസീജിയർ ചെയ്യും. പിന്നെ ഐലൻഡുകൾക്കുള്ള പ്രശ്നമാണ്. ആ ഐലൻഡുകൾ ഇന്റഗ്രേഷൻ ഓഫ് ഐലൻഡ് സോൺ ആക്കിയിട്ടുള്ള ഒരു മാപ്പിംഗ് അതും പെൻഡിങ് കിടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ചെന്നൈയിലെ ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ മാപ്പ് കൊടുത്തിട്ടില്ലാന്ന് അല്ലേ. 2019 ഈ പരിപാടി തുടങ്ങിയത്. ഇത് 2026 നിൽക്കുകയാണ്. ഈ 7 വർഷത്തെ ഡിലേ എന്ന് പറയുന്നത്, ഞാനൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത്, ഡിലേ എന്ന് പറയുന്നത് ആ ഡിലേ ഉണ്ടാക്കുന്ന നഷ്ടം എത്ര ഹ്യൂജ് ലോസ് ആണ് നമുക്ക് എക്സ്ചക്കറിലുണ്ടായിരിക്കുന്നത്, സ്റ്റേറ്റിലുണ്ടായിരിക്കുന്നത്, ഇൻഡസ്ട്രിയിലുണ്ടായിരിക്കുന്നത്. അപ്പൊ അത് അത്തരം നൂലാമാലകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. പിന്നെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കും. അതിൽ ഞങ്ങളുടെ ഡ്രീം പ്രോജക്റ്റുകളിൽ ഒന്ന് പോർട്ട് സിറ്റിയാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 17 മിനി തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 600 കിലോമീറ്റർ കടൽ, ഇതിനെയെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എൻജോയ് കേരള ഇൻടു എ പോർട്ട് സിറ്റി. അതാണ് ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്. നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, അതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഉണ്ടാവും. ആദ്യം നമ്മൾ ലോജിസ്റ്റിക്സ് ആണ്. ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസ് റോഡിൽ നിന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഷിഫ്റ്റ് ചെയ്യും. അത് ബാർഗ് ലോജിസ്റ്റിക്സ് ഉണ്ടാവും, വെസൽ ലോജിസ്റ്റിക്സ് ഉണ്ടാവും. സെക്കൻഡ് ക്രൂസ് ഷിപ്പിംഗ് ആണ്. തേർഡ് 44 നദികളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ടൂറിസം ഡെവലപ്മെന്റ്. ഇപ്പൊ റിവർ ക്രൂയിസ് വരും, സീ ക്രൂയിസ് വരും, എല്ലാം വരും. അപ്പോ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകൾ കേരളത്തിന്റെ വാതിൽ കുറയ്ക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആയിട്ട് നിങ്ങൾ മാറണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അത് വളരെ ബുദ്ധിപൂർവ്വം അത് ഉപയോഗപ്പെടുത്തണം. നിങ്ങളത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾക്കും പൈസ കിട്ടുന്നത്, ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം, കൂടുതൽ ഹോട്ടലുകൾ കേരളത്തിൽ വരണം, ഇല്ലേ? ഇപ്പൊ ഹോട്ടൽ റൂം കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ. അവിടെ റൂം പോലും കിട്ടാനില്ല കൊച്ചിയിൽ. അപ്പൊ ഞങ്ങൾ ചില സോൺ ആക്കി തിരിച്ചിട്ട് ചില ഏരിയയിൽ 5 സ്റ്റാർ ഹോട്ടൽസ്, ചില ഏരിയയിൽ 4 സ്റ്റാർ ഹോട്ടൽസ്, ചില ഏരിയയിൽ 3 സ്റ്റാർ ഹോട്ടൽസ്, ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് വരികയാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മാരിടൈം മ്യൂസിയം വരികയാണ്. MT വാസുദേവൻ നായരുടെ പേരിലുള്ള വലിയ കൾച്ചറൽ പാർക്ക് വരെ എല്ലാ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിനകത്തെല്ലാം സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്. പ്ലാന്റേഷൻ ലാൻഡ് റിഫോംസ് ആക്ട് അമൻഡ് ചെയ്ത് പ്ലാന്റേഷൻസിൽ കൂടുതൽ ടൂറിസം പ്രോജക്റ്റുകൾ വരികയാണ്. വാല്യൂ ആഡഡ് പ്രോജക്റ്റുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സീനിയർ സിറ്റിസൺസിന്റെ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസിന്റെ വകുപ്പിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ഞാൻ 5 കൊല്ലം മുമ്പ് പറയാൻ തുടങ്ങിയതാണ്. കേരളത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ഡെമോഗ്രാഫിക് ചേഞ്ചാണ്. കേരളത്തിന്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിന്റെ നമ്പർ ഇന്നായിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പോപ്പുലേഷനാണ്. അപ്പൊ അവർക്കുള്ള വെൽഫെയർ പ്രോജക്റ്റ് അല്ല സീനിയർ സിറ്റിസൺ ഫോം. അവരെ കൂടി കൺസ്ട്രക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവരെ കൂടി സ്റ്റേറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രാപ്തരാക്കിക്കൊണ്ടിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ സത്യത്തിൽ ഓൾഡ് ഏജ് ഹോമുകളുടെ ലിവിങ് ടുഗദർ ആയിട്ട് പുതിയ കൺസെപ്റ്റ് ആണ്. ഓൾഡ് ഏജ് ഹോം എന്നൊന്നും അതിന് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ പുതിയ വാക്കുകളൊക്കെയാണ് അതിനുള്ളത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് അവർക്ക് എല്ലാവർക്കും കൂടി ഫാമിലീസ് ആയിട്ട് ഒരുമിച്ച്, ഞാൻ കാക്കനാട് ഒരു കൺസ്ട്രക്ഷൻ കണ്ടു. അവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ഫാമിലീസ് താമസിക്കുകയാണ്. അപ്പൊ അവർ ഒരുമിച്ച് രാവിലെ നടക്കാൻ പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് സിനിമ കാണുന്നു, ഒരുമിച്ച് പരദൂഷണം പറയുന്നു. അങ്ങനെ അവരൊരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പല വീടുകളിലും ദമ്പതികൾ മാത്രം ഭാര്യയും ഭർത്താവും കൂടി ഫുൾ ടൈം വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറെ നേരം സംസാരിക്കും, കുറെ നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വഴക്കിടും, പിന്നെ കുറെ നേരം മിണ്ടാതിരിക്കും. രണ്ടുപേരും മാത്രമാകുമ്പോൾ അത് ഒറ്റയ്ക്കായിട്ടുള്ള ഒരാളായി മാറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ കേരളത്തിന്റെ ഒരു സോഷ്യൽ ലൈഫ് കൂടി മാറുകയാണ്. സോഷ്യൽ ലൈഫ് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസ്ട്രക്ഷന്റെ നേച്ചറും മാറുകയാണ്. കൂടുതൽ പോസിബിലിറ്റി. അപ്പൊ നിങ്ങൾ അതെല്ലാം ഗൗരവകരമായി ചർച്ച ചെയ്ത് ഗവൺമെന്റ് ആരംഭിക്കുന്ന കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നിങ്ങൾ കൂടി പങ്കാളികളാണ്. അതിൽ പല പ്രോജക്റ്റുകളിലും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന പാർട്ടിയും നിങ്ങളും തമ്മിൽ
ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെച്ച് ഡെവലപ്പേഴ്സിന് ബിൽഡേഴ്സിന് കൂടി സ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് കൂടി ഞങ്ങൾ ആലോചിക്കുന്നു. ഞങ്ങൾ ഒരുപാട് ഇക്കണോമിക് മോഡൽസ് ആലോചിക്കുന്നത് പലതരത്തിൽ. PPP മാത്രമല്ല. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വന്ന് അവിടെ കൺസ്ട്രക്ഷൻ വേണം. അപ്പോൾ ഗവൺമെന്റ് ചിലപ്പോൾ ലാൻഡ് കൊടുക്കും. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇക്വിറ്റി ആകാം. അപ്പൊ അവർക്ക് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ബിൽഡിംഗ് വേണം. അപ്പൊ ഗവൺമെന്റും ബിൽഡറും ഈ ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ്. അപ്പോൾ ബിൽഡർക്ക് ഒരു ഗുണമുണ്ട്. ഗവൺമെന്റുമായിട്ട് ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെച്ച ബിൽഡർക്ക് ബാങ്കുകൾ പെട്ടെന്ന് പൈസ തരും. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് റെന്റായിട്ടോ ലീസായിട്ടോ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു പുതിയ എക്കണോമിക് മോഡൽ ഉണ്ടാകും. അപ്പോൾ പൈസ ഇല്ലാതെ തന്നെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ ഒരു പുതിയ ഡെവലപ്മെന്റ് അപ്രോച്ച് നിങ്ങൾ മുന്നിൽ പങ്കാളികളായിരിക്കും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിങ്ങൾ ഇന്ന് നേരിടുന്ന വിഷയങ്ങൾ, കുറെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കും. അത് ആ സങ്കീർണമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനുള്ള നടപടി കൂടി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്രെഡൈ കേരളയുടെ സ്റ്റേറ്റ് കോൺഫറൻസ് 2026 ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.